അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇഡിയെ പൂട്ടുമെന്ന കൃത്യമായ സന്ദേശം നൽകി CPM. തുറന്നു കാട്ടപ്പെടുന്നത് ഇഡിയുടെ അഴിമതി മുഖമാണെന്ന് ദേശാഭിമാനിയിലെ മുഖപ്രസംഗം. സർക്കാരിനെ സംബന്ധിച്ച് BJPയെ അടിക്കാൻ വീണുകിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഇഡി പടുകുഴിയിൽ വീണ അഴിമതി ആരോപണം. രാഷ്ട്രീയ ആവശ്യത്തിന് ഇഡിയെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ശരിയെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ഉദ്യോഗസ്ഥർ അഴിമതി ആരോപണം നേരിടുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആകാതെ വൻ പ്രതിസന്ധിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CPM നേതാക്കളോ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതികളോ അഴിമതി ആരോപണം നേരിട്ടാൽ തുരുതുരെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പലതരം. കുറ്റക്കാരാണെന്നോ അല്ലെന്നോ വ്യക്തമാക്കാതെ പുകമറയിൽ നിർത്തി കാലങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടുപോകും. BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉയർത്തുന്ന ആക്ഷേപം അന്വേഷണങ്ങളെല്ലാം രാഷ്ട്രീയ വേട്ടയാടലുകളെന്നാണ്. ഇഡി ഇപ്പോൾ ചെന്നു വീണ അഴിമതി ആരോപണത്തിന്റെ പടുകുഴി ദേശാഭിമാനിയിൽ മുഖപ്രസംഗമാകുമ്പോൾ അതിന് രാഷ്ട്രീയ മാനം ഏറെയാണ്. തെളിവില്ലാതെ കെട്ടിച്ചമയ്ക്കുന്നതാണ് ഇഡി കേസുകൾ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഇഡി കേസുകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. BJPക്കാർക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെന്ന ആരോപണം ഇപ്പോൾ ശരിയാണെന്ന് വ്യക്തമാകുന്നു. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്കും BJPയും ചില ഉദ്യോഗസ്ഥരും സാമ്പത്തിക കൊള്ളയ്ക്കും ഇഡിയെ ആയുധമാക്കുന്നതിന്റെ അഴിമതി മുഖമാണ് വ്യക്തമാകുന്നത്. 5% താഴെയാണ് ഇഡി കേസുകളിലെ ശിക്ഷാനിരക്ക്. BJP നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ ഇഡി നിലപാട് വ്യത്യസ്തമാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസ് റിപ്പോർട്ട് 4 വർഷത്തോളം മുക്കിയ ശേഷം രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഒഴിവാക്കി പേരിന് കുറ്റപത്രം സമർപ്പിച്ചു. രാഷ്ട്രീയ മേലാളന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇഡി ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതിയും ക്രമക്കേടുകളും സത്യസന്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു വരണമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. നിയമത്തിന്റെ ഏതെങ്കിലും പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കൊച്ചി യൂണിറ്റ് ചെന്നുപെട്ടിരിക്കുന്നത്. വിജിലൻസ് വലമുറുക്കി അഴിമതി കണ്ടെത്തിയാൽ ഒരു കേസായി മാത്രം ഇപ്പോഴത്തെ സംഭവം അവശേഷിക്കില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPയെ അടിക്കാനുള്ള സർക്കാരിന്റെ പ്രധാന പ്രചരണ ആയുധമായി മാറുകയും ചെയ്യും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇഡി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായകമായ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ്. ഇഡി സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസ് നിഗമനം. കേസിൽ പിടിയിലായ 3 പേരെയും വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ ഇഡിക്ക് കൈമാറിയിരുന്നത് രഞ്ജിത്താണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നവരുടെ പട്ടികയും ഡിജിറ്റൽ തെളിവുകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി. ഇഡി സമൻസ് അയച്ച 30ഓളം പേരുടെ ലിസ്റ്റാണ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്നും കണ്ടെടുത്തത്. രഞ്ജിത്തിന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പണം തട്ടുന്നതിന് രഞ്ജിത്ത് ഈ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നുവെന്നും വിജിലൻസ് പറയുന്നു. രഞ്ജിത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്, അത് നമുക്കൊന്നത് പരിശോധിക്കണം. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് കേസിൽ പിടിയിലായ മറ്റു 2 പേർ. മുരളി മുകേഷിന് ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. മുരളി മുകേഷ് ഹവാല ഇടപാടിലൂടെയാണ് പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് എത്തിച്ചതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ഇഡി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ തെളിവുകൾ ലഭിച്ചാൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലേക്കടക്കം വിജിലൻസ് കടക്കും. കൊല്ലം സ്വദേശിയും വ്യവസായിയുമായ അനീഷ് ബാബുവിന്റെ പരാതിയെ തുടർന്ന് ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.